ഞാനേ നമ്മൾ സംസാരിച്ച് വന്നതിൻ്റെ ഇടയിൽ ബ്ലോഗ് ഒന്ന് എടുക്കുമ്പോൾ മറന്നു. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. നമ്മളിന്ന് എവിടെയാണുള്ളത്? കാട്ടിൽ നമ്മളൊരു ഡേ ഔട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ നാളത്തെ ഇത് ആഗ്രഹമായിരുന്നു, പക്ഷേ ടൈം കിടയാത്. ടൈം ഇന്നാണൊന്ന് സെറ്റായത്. അപ്പോൾ നമ്മളിന്ന് ഡേ ഔട്ടിന് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ലഞ്ച്, ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീഡിയോ കൂടെ കാണുന്നതാണ്. അല്ല, നമുക്കൊരു 3 മണിയാകുമ്പോൾ പൊളിച്ചാം. അതിനൊന്നും നീ ഡ്രസ് വാങ്ങിക്കുന്നു. സോ നമ്മളൊരു റീലൊക്കെ എടുത്തിട്ട് കോലം കെട്ടിയിരിക്കുകയാണ്. ഇനി നന്നായി വിശക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് പോകണം. കഴിക്കാൻ എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട് കഴിക്കാൻ കിട്ടുന്നു. നിങ്ങളെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വയറ് നിറഞ്ഞാൽ മതി, മനസ്സും. അതെ, അത് നമുക്ക് ഡൈനിങ് ഏരിയയിലിട്ട് പോകാം. ചലോ. ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട് തരാം. ഭയങ്കര ക്രീമി. താങ്ക് യു. ഇതെങ്ങനെയാണ് അഭിപ്രായം? സൂപ്പ് ഓക്കെ ഓക്കെയാണ് കേട്ടോ. ഒരു ചിക്കൻ രസം അങ്ങനെ ഒരു പോലെ തോന്നി. രസമൊക്കെ ഉണ്ടായിരുന്നില്ല. മറ്റ് വെജ് ഓപ്ഷൻ നല്ലതായിരുന്നു. ക്രീം മഷ്റൂം അത്യാവശ്യം കുറച്ച് ഫ്ലേവർഫുള്ളാണ്. നമുക്കിനി അടുത്ത മെയിൻ കോഴ്സിലേക്ക് മൂവ് ചെയ്യാം. സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് നോക്കാം. തായ് ചിക്കൻ സാലഡ് നല്ലതല്ലേ? കുറച്ച് സ്പൈസിയാണ്. തായ് ചിക്കൻ സാലഡ് കുറച്ച് സ്പൈസിയാണ്. പിന്നെ ഫിഷ് പിക്കിൾ ഇട്ടു. അടിപൊളി. ഫ്രൈഡ് കർഡ് റൈസ്. ദമ്മേ സൂപ്പർ കേട്ടോ. റൈറ്റ് ആണെങ്കിലും ഫുഡ് കുറ്റം പറയല്ലേ, കൊള്ളാം. മെയിൻ കോഴ്സ് പോകുമ്പോൾ അറിയാം എങ്ങനെയാണ്. പ്ലേറ്ററിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ്? എനിക്ക് കർഡ് റൈസ്.
ടേസ്റ്റ് സൂപ്പറാണ്. രക്ഷയില്ല. ഫിഷ് പിക്കിളും ഭയങ്കര സൂപ്പറാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. നല്ലതായിരുന്നു. സാലഡും ഒക്കെ അടിപൊളിയായിരുന്നു. എക്സെപ്റ്റ് ദാറ്റ് തായ് ചിക്കൻ. സ്പൈസ് ലെവൽ ഇഷ്ടപ്പെടുന്നവർക്ക് തായ് ചിക്കൻ ഓക്കെയാണ്. എനിക്ക് സെഷ്വാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. റൈസ്, ദാൽ മഖ്നി ഉണ്ട്, ബട്ടർ മസാല, വെണ്ടയ്ക്ക നമ്മുടെ നാടൻ കപ്പ, പിന്നെ അതിന് പറ്റിയ ചമ്മന്തി, തേങ്ങ അരച്ച ഫിഷ് കറി, വറുത്തരച്ച കോഴിക്കറി, പിന്നെ ബീഫ് തോരൻ. നല്ല ആവി പറക്കുന്ന ബട്ടർ നാനാണ്. ലാസ്റ്റ് ആ ഒരു ഏരിയ ഇല്ലേ നോൺ വെജ്, ഞാൻ പോകില്ല. ഒരു വെജ് എന്തോ സാധനം എടുത്തില്ല, ഗഫ്ലേസിയോ അങ്ങനെ എന്തോ സാധനം. ഗൾഫസി ഞാൻ ടേസ്റ്റ് നോക്കും. ബട്ടർ നാനാണ് പനീർ. ടേസ്റ്റ് ചെയ്തായിരുന്നോ? ടേസ്റ്റ് ചെയ്തു. ഈ വറുത്തരച്ച മീൻ കറി, സോറി തേങ്ങ അരച്ച മീൻ കറി, വറുത്തരച്ച കോഴിക്കറിയാണ് ഭയങ്കര ഇങ്ങനെ ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കറി എടുത്തോ? നല്ലതാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം, ചോക്ലേറ്റ് പൊടി പൊടി, കുറച്ച് കട്ട്ലേറ്റ്സ്, പിന്നെ എക്സ്ട്രാ ആയിട്ട് ബർഫി, കോക്കനട്ട് ബർഫി, പിന്നെ ബ്രെഡ് ഹൽവ. എൻ്റെ ജിഞ്ചർ കേക്ക് ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. ഞാൻ ഫ്രൂട്ട് സാലഡും ബർഫി ഹൽവയൊന്നും എടുത്തിട്ടില്ല. ഐസ്ക്രീം എടുത്തു. നോക്കാം പറ്റും. ആദ്യം ജിഞ്ചർ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. കേട്ടിട്ടില്ലാത്തൊരു സംഭവമല്ലേ. കൊള്ളാം, സൂപ്പർ. ജിഞ്ചർ കേക്ക് കൊള്ളാം. ചോക്ലേറ്റ് പുഡിംഗ്, ചോക്ലേറ്റ് പുഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്തോ തന്നെ പറയാം. കേക്കോ? ജിഞ്ചർ ചോക്ലേറ്റ് കേക്ക്, കേക്കില്ല, പുഡിംഗ്. ചോക്ലേറ്റിനെക്കാട്ടിലും നല്ലത് ജിഞ്ചർ കേക്കാണ്. ആ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. കിവി മോസ് നോക്കി നോക്കാം. ഞാൻ മേലത്തെ ഫ്ലേവർ അങ്ങനെ വരുന്ന ഇഷ്ടമല്ല. താഴത്തെ പോർഷൻ നല്ലതാണ്, ശരി. ഞാൻ മേലത്തെ പോർഷൻ പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി സാധനം നല്ലതാണ്. എന്ത് വിധി ഇത്! ഓർക്കാപ്പുറം പിന്നീന്നൊരടിയത്. പിന്നെ അത് അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ റീൽസൊക്കെ എടുത്തു. അതിന് ശേഷം പൂളിൽ ചാടി. ഞാൻ പൂളിൽ ഇറങ്ങിയില്ല, ബാക്കി രണ്ടുപേരും ഇറങ്ങിയായിരുന്നു. നോക്കി നോക്ക് നിങ്ങളുടെ ഹൈറ്റിന് പറ്റുമോന്ന്.
ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന മാക്രയുണ്ടല്ലോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴും ടീയും കോഫിയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോഫിയാണ് എടുത്തത്. സ്നാക്സ് വലിയ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. വാഴയ്ക്കപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടമല്ല. കോഫിയും രതീഷും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്നാക്കാണ്. എല്ലാവർക്കും കോഫി രതീഷാണ്. അങ്ങനെ ഒരു ഡേ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു ആംബിയൻസും വൈബും ഒക്കെ ആയിരുന്നു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഒരു കുറച്ച് സമയം, അതായത് നിങ്ങളുടെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദയ് സ്യൂട്ട്സ് ഒരു നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഇപ്പോൾ ലൊക്കേഷൻ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവം കൂടെയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു.